ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജോണിന് വീണയെ കുട്ടിക്കാലം മുതലേ ഇഷ്ടമായിരുന്നുവെന്ന് കനിയിൽ നിന്നും അറിഞ്ഞ സന്തോഷ് വീണയെ വിളിച്ച് ആശ്വസിപ്പിച്ച് തന്റെ തീരുമാനം അറിയിക്കുകയാ. സന്തോഷ് ഏട്ടനെ വിഷമിപ്പിക്കുന്നതെന്തും എനിക്കിനി പേടിയാണെന്ന് വീണ കരച്ചിലോടെ പറയേ. ഭ്രാന്ത് വരുമെന്ന പേടിയായിരിക്കുമല്ലേ. ഞാൻ വിഷമിച്ചാൽ എനിക്കിനിയും ബോധത്തിന്റെ പാളം തെറ്റുമെന്നാവും വീണയുടെയും അമ്മയുടെയും പേടിയല്ലേ. എനിക്കിനി ഭ്രാന്ത് വരില്ല വീണ, അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അന്ന് എനിക്ക് വയ്യാതായത് വീണയുടെ ഇഷ്ടം നഷ്ടമാവൂന്നുള്ള പേടിയിൽ തന്നെയാ. പക്ഷേ ഈ പറയുന്ന ബന്ധത്തിന്റെ കാര്യത്തിലാ നമ്മൾ തോൽക്കുന്നത്. അതല്ലാതെ പരസ്പര പരിഗണനയോടെ ഒരു ആത്മബന്ധം നമുക്കിടയിലുണ്ട്. എനിക്കിത് മാത്രം മതി. എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളായി വീണ മാറിപ്പോകുന്നത് എനിക്ക് വിഷമമാണ്. അങ്ങനെയല്ലെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കിനി ഭ്രാന്ത് വരില്ല. ഞാനെല്ലാം അഡ്വക്കേറ്റ് സുജിയോട് പറഞ്ഞിട്ടുണ്ട്. മ്യൂച്വൽ ഡിവോഴ്സ് ഉടനെ പാസ്സാവും. നമ്മള് നിയമം കോർത്തിട്ട മനുഷ്യരല്ലാതാവും. അതാണ് അതിന്റെ സൗന്ദര്യം. ഞാൻ വീണക്കിനി ഒരു പ്രതിബന്ധമാവരുത്. വീണയുടെ ഇഷ്ടങ്ങൾക്കൊപ്പം പോവും. അതാണ് എന്റെ സന്തോഷം, അതാണ് എന്റെ ഇഷ്ടം. അകന്നു പോകുന്നതിന് ഒരു സൗന്ദര്യമുണ്ട്. പരസ്പരം ഉടച്ചു കളഞ്ഞു മാത്രമേ നമ്മൾ അകന്നു പോകുന്നത് ശീലിച്ചിട്ടുള്ളൂ. എനിക്കക്കാര്യത്തിൽ നല്ല തെളിച്ചമുണ്ട് വീണ. നീ നിന്റെ ഇഷ്ടങ്ങൾക്കായി വാശി പിടിക്ക്. വാശി പിടിച്ചാലേ അത് വീണയ്ക്ക് കിട്ടൂ. അല്ലല്ലത് വാശി പിടിക്കുന്നവര് കൊണ്ടുപോകുമെന്നൊക്കെ സന്തോഷേട്ടൻ പറയേ. ജീവിതത്തിൽ എനിക്കൊട്ടും വാശിയില്ല സന്തോഷേട്ടാ. ഒറ്റയ്ക്ക് ഇങ്ങനങ്ങ് പോണെന്നേ ഞാൻ കരുതുന്നുള്ളൂവെന്ന് വീണയും പറയുന്നുണ്ട്. അങ്ങനെയല്ല വീണ. വീണയെ കാത്ത് സുന്ദരമായ ഒരു ജീവിതമുണ്ട് മുന്നില്. വീണയ്ക്കായി, വീണയുടെ നല്ലതിനായി എന്നും എന്റെ പ്രാർത്ഥനയുണ്ടാവും. അധനിലെ മയങ്ങിയ ഭ്രാന്തിന്റെ അണുക്കളുടെ നന്ദിയാണ് വീണ. ഇങ്ങനെ തന്നെ ആയിരിക്കാൻ കഴിയട്ടെ വീണ എന്നെന്നും. എന്നവൻ സങ്കടത്തോടെ പറയേ. എനിക്കറിയാം സന്തോഷേട്ടാ നിങ്ങളുടെ മനസ്സും സ്നേഹവും. അതാണല്ലോ മാന്ത്രിക തൂവാല എന്ന് പറഞ്ഞ് ബെഡിലിരിക്കുന്ന മാന്ത്രിക തൂവാലയിൽ വിരലോടിക്കുകയാണ് വീണ. അത് വായിച്ചപ്പോഴാണ് എനിക്കെന്നെ മറ്റൊരു ആംഗിളിൽ, മറ്റൊരു കാഴ്ചയിൽ വ്യക്തമായി കിട്ടിയത്. എനിക്കെന്നെ മറ്റൊരു വിധത്തിൽ മനസ്സിലാക്കി തന്നത് സന്തോഷേട്ടനാണ്. നിങ്ങളെപ്പോലെ ചിന്തിക്കാൻ നിങ്ങൾക്കേ കഴിയൂ. നിങ്ങളുടെ മനസ്സിന്റെ തെളിമ എഴുതുന്ന വാക്കുകളിലുമുണ്ട്. അതാണ് സന്തോഷേട്ടാ നിങ്ങളുടെ കരുത്തെന്ന് വീണ പറയുന്നത് കേൾക്കെ സന്തോഷം വീണ. ഉള്ളു തൊട്ട വാക്കുകൾ ഞാൻ എന്റെ ഇടനെഞ്ചിൽ കേൾക്കുന്നു. സ്നേഹം, ഒത്തിരി നന്ദി. വിളിക്കാം വീണ എന്നവൻ പറയേ. ശരി സന്തോഷേട്ടാ എന്ന് വീണയും. കോൾ വെച്ചു കഴിഞ്ഞ സന്തോഷിന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓടിയെത്തുകയാ. ലൈബ്രറിക്ക് മുന്നിൽ വീണയെ കാണാനായി സന്തോഷ് നോക്കി നിൽക്കുന്നതും അങ്ങോട്ട് സ്കൂട്ടിയിൽ ടീച്ചറമ്മയുമായി എത്തിയ വീണ എന്താ മാഷേ വായനശാലയിൽ വന്നു നിന്ന് പെമ്പിള്ളരെ വായി നോക്കുകയാണോ എന്ന് ചോദിക്കുന്നതും യോ ഞാൻ ടീച്ചറെ കണ്ടപ്പോ എന്ന് സന്തോഷ് പരങ്ങളോടെ പറയുന്നതും ടീച്ചറിനെ കാണാനല്ല, കുറച്ചു നാളായി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറ സന്തോഷേ. വല്ല ലവുമാണോ എന്നവൾ ചോദിച്ചതും അമ്പലത്തിൽ വെച്ച് വീണയെ താലി കെട്ടുന്നതും പിന്നീട് ഓഡിറ്റോറിയത്തിലെ ചടങ്ങുകളും വിവാഹത്തിന്റെ അന്ന് രാത്രിയിൽ വീണയുമൊത്ത് സൈക്കിളിൽ നേർച്ച പണമിടാനായി പോയതുമെല്ലാം ടെൻഷനോടെ അവർ രണ്ടുപേരും ഓർക്കുകയാ. വീണയും സങ്കടത്തോടെ ബെഡിൽ കിടക്കിയായിരുന്ന മാന്ത്രിക തൂവാല എന്ന സന്തോഷിന്റെ പുസ്തകത്തിലൂടെ വിരലോടിച്ച് കണ്ണുനീർ തുടയ്ക്കുകയാ. പിന്നീട് പാർവതിയും റാംജിയും ജോണിന്റെ വീട്ടിലേക്ക് എത്തുകയാ. മേരിക്കുട്ടി ടീച്ചറും ജോണും അവരെ കണ്ട് സീറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഞങ്ങൾ കനിയുടെ മാതാപിതാക്കളാണെന്ന് റാംജി ഹിന്ദിയിൽ പറയുന്നുണ്ട്. അത് കേൾക്കെ മേരിക്കുട്ടി ടീച്ചറും അവരെ സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുകയാ. പാർവതി മേരിക്കുട്ടിയോടായി പറയുന്നുണ്ട്. അറിയാലോ ഞങ്ങൾ മുംബൈയിൽ സെറ്റിൽഡാ. സ്ട്രെയിറ്റ് ആയിട്ട് പറയാലോ ഞങ്ങള് സെപ്പറേറ്റഡാ. റാംജി നേവിയിലായിരുന്നു, റിട്ടയർഡായി. ഞാൻ ഹെൽത്തിലായിരുന്നു, VRS എടുത്തു എന്നൊക്കെ അവർ വിവരിക്കെ സരസു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. എങ്കിലും കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിച്ച് ഒരു ക്ലാരിറ്റി വരുത്തണമല്ലോ. ഞങ്ങൾ മാരേജിന്റെ കാര്യം അറിഞ്ഞ് അത് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് നാട്ടിലേക്ക് വന്നത്. ഞങ്ങൾക്ക് വേറൊരു മതത്തിൽ നിന്ന് മാരേജ് ചെയ്യുന്നതൊന്നും അത്ര താല്പര്യമുള്ള കാര്യമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ചേരുന്നതാണെന്ന് മനസ്സിലായി എന്ന് രാമേട്ടൻ വിശദീകരിക്കെ അതാ പിന്നെ പയ്യനെയും കുടുംബത്തെയും കണ്ടേക്കാമെന്ന് വെച്ചതെന്ന് പാർവതിയും റാംജിയും പറയുന്നുണ്ട്. കനികയ്ക്ക് 18 ആയപ്പോ ഞങ്ങൾ ഫാമിലി പിരിച്ചുവിട്ടു. 3 ഇൻഡിപെൻഡന്റ് പേഴ്സൺസ് ആണ് ഞങ്ങൾ. ഞാനും പാർവതിയും രണ്ടായാണിപ്പോ ജീവിതവും താമസവുമെല്ലാം. ഞങ്ങൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ബന്ധുക്കളാവാൻ പോകുന്ന സ്ഥിതിക്ക് എല്ലാ കാര്യവും പരസ്പരം അറിഞ്ഞിരിക്കണമല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കെ ജോണും വല്ലായ്മയോടെ അമ്മയെ നോക്കുകയാ. അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. ഇവിടെ ഞാനും ജോണും മാത്രമേ ഉള്ളൂ. ജോർജച്ചായൻ ജോൺ ജനിക്ക് മുമ്പേ ഞങ്ങളെ വിട്ടു പോയതാ. ഞാനും സരസവും TTCക്ക് ഒന്നിച്ച് പഠിച്ചപ്പോഴുണ്ടായിരുന്ന ബന്ധമാ ആ കുടുംബവുമായി ഞങ്ങൾക്കുള്ളത്. ഞാനും സരസവും കണ്ണറ്റിങ്കര സ്കൂളിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും. ജോണിന് ജോലിയായി പോവേണ്ടി വന്നപ്പോ ഞാനും അവന്റെ കൂടെ ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. എനിക്ക് ജോണിനെ പിരിഞ്ഞിരിക്കാൻ ഒട്ടുമൊക്കില്ല. പണ്ടേ ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് തമ്മിൽ കാണാതിരിക്കാൻ പാടാണെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നു. അതുകൾക്ക് പാർവതിയും പറയുകയാ. ഓവർ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് ഒന്നും ഞങ്ങൾ കനികയ്ക്ക് കൊടുത്തിട്ടില്ല. അത് ശരിയല്ലെന്നാ ഞങ്ങളുടെ പക്ഷം. എന്നാൽ അവൾക്ക് സ്വന്തമായി ഫ്ലൈ ചെയ്യാൻ പ്രാപ്തി ഇല്ലാതാവും എന്ന് പറയേ അത് ഓരോരുത്തരുടെ ശീലവും രീതിയുമാണല്ലോ. എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങൾക്കും ജോൺ വേണം.
ജോൺ ഇല്ലാതെ എനിക്ക് പറ്റില്ല. കനിയും സരസവും ശരിക്കും അറ്റാച്ച്ഡ് ആണ്. ആരെങ്കിലും പിടിക്കാതെ നമുക്കാർക്കും നിൽക്കാൻ കഴിയില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയേ, ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുന്നവരാ, അതാ അതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പാർവതിയും പറയുന്നുണ്ട്. അപ്പോഴാണ് ആകെ ടെൻഷനോടെ ഇരിക്കുന്ന ജോണിനെ റാംജി ശ്രദ്ധിക്കുന്നത്. ജോൺ എന്താ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്ത പോലെ എന്ന് അദ്ദേഹം ചോദിക്കേ, അത് ലോങ് ട്രാവൽ ചെയ്തതിന്റെ ക്ഷീണമാണെന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. അവർ രണ്ടുപേരും അത് കേൾക്കെ എഴുന്നേൽക്കുകയാ. റാംജി ജോണിന് ഷേക്ക് ഹാൻഡ് നൽകി. എന്തായാലും കനികയെ ശരിക്കും ടേക്ക് കെയർ ചെയ്യണമെന്ന് പറയേ ഷുവർ എന്ന് ജോണും ഉറപ്പു നൽകുകയാ. എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങാ എന്ന് പാർവതി യാത്ര പറയാൻ തുടങ്ങേ. അയ്യോ, ഇവിടെ വന്നിട്ടൊരു ചായ പോലും കുടിക്കാതെ പോവുകയാണോ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, പിന്നീടാവാലോ, ശരിയെന്നാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അവരെ യാത്രയാക്കാനായി മേരിക്കുട്ടി ടീച്ചറും ജോണും സിറ്റൗട്ടിലേക്ക് എത്തുന്നുണ്ട്. അവർ ബൈ പറഞ്ഞു പോകുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും ജോണിനോടായി പറയുന്നുണ്ട്, സ്വന്തം മോൾ ഇത്രയും കാലം എവിടെയാണെന്ന് അന്വേഷിക്കാത്ത കക്ഷികളാ നിന്നോട് ടേക്ക് കെയർ ചെയ്യാൻ പറയുന്നതെന്ന് ദേഷ്യത്തോടെ പറയേ. അവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരണമല്ലോ. അങ്ങനെ പറഞ്ഞതാവുമെന്ന് ജോൺ പറയേ മേരിക്കുട്ടി ടീച്ചറും അകത്തേക്ക് കയറി പോവുകയാ. ജോൺ ടെൻഷനോടെ സീറ്റൗട്ടിൽ തന്നെ നിൽപ്പാ. പിന്നീട് പുറത്തൊരിടത്ത് വെച്ച് ജോണും സന്തോഷും മീറ്റ് ചെയ്യുകയാ. സന്തോഷ് ജോണിനോടായി പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് ജോണെ നിന്റെ ഇഷ്ടത്തെക്കുറിച്ച് അറിഞ്ഞത്. എനിക്ക് ആ ഇഷ്ടം കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. നീ ആ ഇഷ്ടവും ഉള്ളിൽ വെച്ചാ ഞങ്ങളുടെ വിവാഹത്തിന് നിന്നതല്ലേ. എനിക്കത് ആലോചിച്ച് ഇപ്പോ വല്ലാതെ പൊള്ളുന്നുണ്ട് ജോണെ. നീ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ശരിക്കും ഒപ്പം നിന്നിട്ടുണ്ട്. ഇന്നെനിക്ക് നിന്റെ മനസ്സ് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ജോണെ. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ നിന്റെ ഉള്ളിന്റെ തീരുമാനങ്ങൾക്ക് ഒപ്പം നിൽക്കണമെന്നുള്ളതാണ്. നിനക്കിനിയും നഷ്ടമാവുന്നതൊന്നും എനിക്ക് സഹിക്കില്ല. നീ നിന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങള് പലർക്കും വേണ്ടി ത്യജിക്കരുത് എന്നൊക്കെ അവൻ പറയുന്നത് കേൾക്കെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്ത ഒന്നാണ് സന്തോഷേ അക്കാര്യം. ഇനിയിപ്പോ ഇടപെടുന്നതിനും ഒരു പരിമിതിയുണ്ട്. വരുന്നതിനെ ഉൾക്കൊള്ളണമെന്ന് മനസ്സിനെ പഠിപ്പിക്കുമ്പോഴും എന്റെ ഉള്ളിൽ തന്നെ വല്ലാത്തൊരു നിലവിളി കേൾക്കുന്നുണ്ട്. എനിക്കതിന് എന്ത് ചെയ്യാനാവുമെന്നും അറിയില്ല. നമ്മുടെ ഇഷ്ടത്തെ വീണ്ടും കൈവെള്ളയിൽ നിന്ന് ഒഴുക്കി കളയാൻ ചുറ്റും ഒരുക്കം നടക്കുന്ന പോലെയെന്ന് ജോൺ ടെൻഷനോടെ പറയേ. ഇക്കാര്യത്തിലെ വരുന്ന പോലെ വരട്ടെ എന്ന നിലപാട് ശരിയല്ല ജോണെ. ഇഷ്ടമായതിനു നേരെ കുറഞ്ഞ പക്ഷം കൈ നീട്ടുകയെങ്കിലും വേണ്ടേ. അത് നമുക്കായി നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദയാണെന്ന് സന്തോഷം പറയുന്നുണ്ട്. അറിയാം സന്തോഷേ, നീ പറഞ്ഞതിനെ ഞാൻ നിഷേധിക്കുന്നതല്ല. പക്ഷേ എനിക്കതിനെ വിധിക്ക് വിടാനേ ആവുന്നുള്ളൂ. വരേണ്ടതാണെങ്കിൽ അത് നമ്മിലേക്ക് വരും സന്തോഷേ എന്ന് ജോണും ടെൻഷനോടെ പറയുകയാ. നോക്കു ജോണേ, മിനിമം നമ്മൾ ചെയ്യേണ്ടതെങ്കിലും ചെയ്യണം എന്ന് സന്തോഷ് വീണ്ടും പറയേ. നോക്കാം സന്തോഷേ എന്ന് ജോണും. രാത്രിയാവുമ്പോ കനിയും ചെറിയമ്മയും ടെൻഷനോടെ തളത്തിൽ നിന്ന് വിവാഹ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാ. എനിക്ക് സത്യത്തിൽ ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് കനി ദേഷ്യത്തോടെ പറയേ. എന്തേലും വഴി കിട്ടും, നീ ഒന്ന് സമാധാനിക്കെന്ന് ചെറിയമ്മയും. ആ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, ഞാനാ ശരിക്കും പെടുന്നേ എന്നവൾ പറയുമ്പോഴേക്കും ചെറിയമ്മയുടെ മൊബൈൽ റിങ് ചെയ്യുകയാ. ഇതാരാ എന്ന് കനി ദേഷ്യത്തോടെ ചോദിക്കേ. മൊബൈൽ എടുത്തു നോക്കി ചേച്ചിയാണെന്ന് പറഞ്ഞ് ചെറിയമ്മ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നാളേക്ക് രജിസ്ട്രേഷൻ ഡേറ്റ് എടുത്തു. നമുക്ക് അറിയിക്കേണ്ടവരോട് നീ വിളിച്ച് പറഞ്ഞേക്ക്, കുറച്ചു പേരല്ലേ കാണൂ എന്ന് പാറു ചേച്ചി പറയേ. അത്രയേ ഉള്ളൂ എന്ന് ടീച്ചർ അമ്മയും. അതെ, ഹോം മാരേജ് രജിസ്ട്രേഷനാ അപേക്ഷ കൊടുത്തത്. അപ്പൊ ബുദ്ധിമുട്ടില്ല, നിങ്ങളുടെ വീടിന്റെ വിലാസമാ കൊടുത്തത് കേട്ടോ. ഓക്കെ അല്ലേന്ന് ചേച്ചി ചോദിക്കേ. ആ, ഇതാ സൗകര്യം ചേച്ചി എന്ന് ടീച്ചർ അമ്മയും. പക്ഷേ ആ ഓഫീസേഴ്സിനെ നമ്മൾ തന്നെ പോയി വീട്ടിലേക്ക് കൂട്ടണം, അതും നീ തന്നെ അറേഞ്ച് ചെയ്യണേ എന്ന് ചേച്ചി പറയേ. ചെയ്യാമെന്ന് സരസ്വതിയും. ഞാൻ അവരുടെ നമ്പർ അയക്കാം, വിളിച്ച് സമയം ചോദിച്ചേ ഗാഡി വിട്ടാ മതിയെന്ന് ചേച്ചി പറയേ. ഓ ശരി ചേച്ചി എന്ന് ടീച്ചറമ്മയും സമ്മതിക്കുക. വീട്ടിലായതുകൊണ്ട് പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആവാമെന്ന് അമ്മ പറയുന്നത് കേൾക്കേ കനിക്കും ആകെ ദേഷ്യം വരികയാ. അത് ചെയ്യാമെന്ന് ടീച്ചറമ്മ സമ്മതിക്കേ. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്കു കേട്ടോ എന്ന് ചേച്ചിയും. ശരി എന്ന് പറയുമ്പോഴേക്കും അവരും കോൾ വെക്കുകയാ. കനിയും ദേഷ്യത്തോടെ ചെറിയമ്മ എന്തിനാ ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നേ, ഒടുവിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കേ. എടി, എന്തേലും ഒരു വഴി തുറന്നു കിട്ടുമെന്ന് തന്നെ എന്റെ വിശ്വാസം എന്ന് ചെറിയമ്മയും പറയുന്നുണ്ട്. വിശ്വാസം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നേ എന്നവൾ വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കേ. അങ്ങനെയൊന്നും ചോദിക്കല്ലേടി എന്ന് വിഷമത്തോടെ ടീച്ചർ അമ്മയും. എന്തായാലും കൊള്ളാം, സംഗതിയെ ലാസ്റ്റ് എല്ലാം കൂടി നല്ല ഗംഭീരമാവുന്നതിന്റെ ലക്ഷണമുണ്ട് എന്ന് പറഞ്ഞവൾ ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ്. പിന്നീട് രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുന്ന ടീച്ചർ അമ്മയാണ് കാണിക്കുന്നത്. അവിടെ എത്തിയ ടീച്ചറമ്മ അവിടെയൊന്നും ആരെയും കാണാഞ്ഞേ തന്റെ മൊബൈൽ എടുത്ത് മഹേഷിനെ വിളിക്കുകയാ. ഹലോ മഹേഷേ, നിങ്ങൾ മാധവത്തിലെത്തിയോന്ന് അമ്മ ചോദിക്കേ. ഇല്ലമ്മേ, ഞങ്ങൾ എത്തുന്നതേ ഉള്ളൂ എന്ന് കാറോടിക്കായിരുന്ന മഹേഷും പറയുന്നുണ്ട്. എന്ന് നിങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് അമ്മ പറയേ. മഹേഷും പരിഭ്രമത്തോടെ കാർ നിർത്തുകയാ. പോണ്ടേ, അതെന്താ എന്ന് അവൻ അമ്പരപ്പോടെ ചോദിക്കേ. അവിടെ വെച്ചല്ല കല്യാണം, രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണെന്ന് അമ്മ പറയേ. അതെന്ത് പറ്റിയെന്ന് മഹേഷും. ഹോം മാരേജ് രജിസ്ട്രേഷനാണ് അപേക്ഷ കൊടുത്തത്. വീട്ടിലെ ഉദ്യോഗസ്ഥര് വന്ന് രജിസ്റ്റർ ചെയ്യുമെന്നാ ചേച്ചി എന്നെ വിളിച്ചപ്പോ പറഞ്ഞത്. അങ്ങനെ ഞാൻ എല്ലാവരോടും മാധവത്തിലെത്താൻ പറയുകയും ചെയ്തു. ഇപ്പൊ രാവിലെ വിളിച്ച് ചേച്ചി പറയുക ഉദ്യോഗസ്ഥര് വീട്ടിലേക്ക് വരില്ല,
ഓഫീസിലേക്ക് വന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന്. ഓരോ മെനക്കെട്. ഞാൻ രാവിലെ അമ്പലത്തിൽ നിൽക്കുമ്പോഴാ ഈ കാര്യം അറിയുന്നത്. അപ്പോ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പോന്നു. പക്ഷേ ഇവിടെ ആരും എത്തിയിട്ടില്ല. കനിയേയും കുഞ്ഞിയേയും ഫോൺ വിളിച്ചിട്ട് രണ്ടാളും എടുക്കുന്നുമില്ല. അവരിങ്ങോട്ട് ഇറങ്ങിയോന്നൊന്നും അറിയില്ലെന്ന് ടെൻഷനോടെ അമ്മ പറയേ. രജിസ്റ്റർ ഓഫീസിലാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ എത്തും, അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന മഹേഷ് പറയേ. ശരിയെന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കോൾ വെക്കുകയാണ്. ടെൻഷനോടെ ടീച്ചറമ്മ അപ്പോഴേക്കും ശിവരാമേട്ടനെ വിളിക്കുകയാ. ശിവരാമേട്ടനും രജിയും കൃഷ്ണചന്ദ്രൻ സാറും ഒരു കാറിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശിവരാമേട്ടൻ കോൾ എടുക്കുമ്പോഴേക്കും ഏട്ടാ നിങ്ങൾ എവിടെ എത്തിയെന്ന് സരസ് ചോദിക്കുന്നുണ്ട്. ഞങ്ങള് രജിസ്റ്റർ ഓഫീസിൽ എത്താറാവുന്നു എന്ന് ശിവരാമേട്ടൻ പറയേ. ആരൊക്കെയുണ്ട്? കുഞ്ഞിയും കനിയും കൂടെയുണ്ടോന്ന് സരസ് ചോദിക്കുക. ഇല്ല, ഞാനും റജിയും സാറും മാത്രം എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ. അപ്പോ അവരിതിവിടെ പോയി എന്ന് ടീച്ചറമ്മയും. ഞാൻ കണ്ടില്ല, അവരിറങ്ങിയെന്നാ ഞാൻ കരുതിയത് എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കെ പരിഭ്രമത്തോടെ നിൽക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ജോണും വീണയും ഒന്നിക്കുന്ന ക്ലൈമാക്സ് എപ്പിസോഡാണ് അടുത്തയാഴ്ച. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.